അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുംതഹിന ചോദ്യോത്തരങ്ങൾ 12-ാം ഭാഗം ആയത്ത് നമ്പർ 10. ഒന്നാമത്തെ ചോദ്യം, ഈ വചനത്തിൽ ആരെ പരീക്ഷിക്കാനാണ് അള്ളാഹു വിശ്വാസികളോട് കൽപ്പിക്കുന്നത്? ഓപ്ഷൻ എ, യുദ്ധത്തിന് പോകുന്നവരെ. ഓപ്ഷൻ ബി, ഹിജ്റ വന്ന വിശ്വാസിനികളെ. ഓപ്ഷൻ സി, മക്കയിലെ കച്ചവടക്കാരെ. ഓപ്ഷൻ ഡി, കുട്ടികളെ. ശരി ഉത്തരം ഓപ്ഷൻ ബി, ഹിജ്റ വന്ന വിശ്വാസിനികളെ. അടുത്ത ചോദ്യം, പരീക്ഷിക്കുക എന്ന അർത്ഥം വരുന്ന അറബി പദം ഏതാണ്? ഓപ്ഷൻ എ, ഫംതഹിനൂഹുന്ന. ഓപ്ഷൻ ബി, ഫാത്തിലുഹും. ഓപ്ഷൻ സി, ഫൻസുറൂഹും. ഓപ്ഷൻ ഡി, ഫഅലമു. ശരിയുത്തരം ഓപ്ഷൻ എ, ഫംതഹിനൂഹുന്ന എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, മുഅ്മിനാത്തുൻ മുഹാജിറാത്ത് എന്നാൽ എന്താണ് അർത്ഥം? ഓപ്ഷൻ എ, മക്കയിലെ സ്ത്രീകൾ. ഓപ്ഷൻ ബി, ഹിജ്റ വന്ന വിശ്വാസിനികൾ. ഓപ്ഷൻ സി, യുദ്ധത്തിൽ പങ്കെടുത്തവർ. ഓപ്ഷൻ ഡി, അൻസാരികളായ സ്ത്രീകൾ. ശരിയുത്തരം ഓപ്ഷൻ ബി, ഹിജ്റ വന്ന വിശ്വാസിനികൾ. ഒരു സ്ത്രീ വിശ്വാസിനിയാണെന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ഓപ്ഷൻ എ, ഭക്ഷണം നൽകരുത്. ഓപ്ഷൻ ബി, മദീനയിൽ താമസിപ്പിക്കരുത്. ഓപ്ഷൻ സി, സത്യനിഷേധികളിലേക്ക് തിരിച്ചയക്കരുത്. ഓപ്ഷൻ ഡി, വിവാഹം കഴിക്കരുത്. ശരിയുത്തരം ഓപ്ഷൻ സി, സത്യനിഷേധികളിലേക്ക് തിരിച്ചയക്കരുത്. അടുത്ത ചോദ്യം, തിരിച്ചയക്കരുത് എന്ന അർത്ഥം വരുന്ന അറബി പദം ഏതാണ്? ഓപ്ഷൻ എ, ലാ തഖ്തുലൂഹും. ഓപ്ഷൻ ബി, ഫലാ തർജിഊഹുന്ന. ഓപ്ഷൻ സി, ലാ തൻസറൂഹും. ഓപ്ഷൻ ഡി, ലാ തവല്ലൗഹും. ശരിയുത്തരം ഓപ്ഷൻ ബി, ഫലാ തർജിഊഹുന്ന എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വിശ്വാസിനികളായ സ്ത്രീകൾ സത്യനിഷേധികൾക്ക് എന്തല്ല എന്നാണ് അള്ളാഹു പറയുന്നത്? ഓപ്ഷൻ എ, ശത്രുക്കളല്ല. ഓപ്ഷൻ ബി, ബന്ധുക്കളല്ല. ഓപ്ഷൻ സി, അനുവദനീയമല്ല. ഓപ്ഷൻ ഡി, അടിമകളല്ല. ശരിയുത്തരം ഓപ്ഷൻ സി, അനുവദനീയമല്ല, ഹലാൽ അല്ല എന്നുള്ളതാണ്. വിശ്വാസിനികളായ സ്ത്രീകൾ സത്യനിഷേധികൾക്ക് ഹലാൽ അല്ല എന്നുള്ളതാണ്, അനുവദനീയമല്ല എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ലാ ഹുന്ന ഹില്ലുല്ലഹും എന്നതിൻ്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ, അവർക്ക് വഴിയറിയില്ല. ഓപ്ഷൻ ബി, അവർക്ക് അനുവദനീയമല്ല, അവർക്ക് യുദ്ധം അറിയില്ല. ഓപ്ഷൻ ഡി, അവർക്ക് സ്നേഹിതരല്ല. ശരിയുത്തരം ഓപ്ഷൻ ബി,
അവർക്ക് അനുവദനീയമല്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, മാ അൻഫഖു എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ അവർ സമ്പാദിച്ചത്, ഓപ്ഷൻ ബി അവർ ചിലവാക്കിയത്, ഓപ്ഷൻ സി അവർ മോഷ്ടിച്ചത്, ഓപ്ഷൻ ഡി അവർ നൽകിയ ദാനം. ശരി ഉത്തരം മാ അൻഫഖു എന്ന് പറഞ്ഞാൽ അവർ ചിലവാക്കിയത് എന്നുള്ളതാണ്. ഉജൂറഹുന്ന എന്ന പദം വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു? ബി ഓപ്ഷൻ എ വീട്ടുവാടക, ഓപ്ഷൻ ബി ശമ്പളം, ഓപ്ഷൻ സി മഹർ, ഓപ്ഷൻ ഡി യാത്രക്കൂലി. ശരി ഉത്തരം ഓപ്ഷൻ സി മഹർ വിവാഹമൂല്യം എന്നുള്ളതാണ്. ഉജൂറഹുന്ന. നിങ്ങളുടെ മേൽ കുറ്റമില്ല എന്നർത്ഥം വരുന്ന പദം ഏത്? ലാ ജുനാഹ അലൈക്കും, ലാ തഹ്സൻ, ലാ തഖ്സഫ്, ലാ തഖ്ഷ. ശരി ഉത്തരം ലാ ജുനാഹ അലൈക്കും എന്നുള്ളതാണ്. ഓപ്ഷൻ എ ലാ ജുനാഹ അലൈക്കും, നിങ്ങളുടെ മേൽ കുറ്റമില്ല. സത്യനിഷേധികളായ സ്ത്രീകളുമായുള്ള എന്ത് മുറിച്ചു മാറ്റാനാണ് മുസ്ലിം പുരുഷന്മാരോട് അള്ളാഹു കൽപ്പിക്കുന്നത്? ഓപ്ഷൻ എ കച്ചവടം, ഓപ്ഷൻ ബി സംസാരം, ഓപ്ഷൻ സി വിവാഹബന്ധം, ഓപ്ഷൻ ഡി സൗഹൃദം. ശരിയുത്തരം ഓപ്ഷൻ സി വിവാഹബന്ധം. അടുത്ത ചോദ്യം, കവാഫിർ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? കവാഫിർ. ഓപ്ഷൻ എ വിശ്വാസിനികൾ, ഓപ്ഷൻ ബി സത്യനിഷേധികളായ സ്ത്രീകൾ, ഓപ്ഷൻ സി മദീനയിലെ സ്ത്രീകൾ, ഓപ്ഷൻ ഡി പണ്ഡിതന്മാർ. ശരി ഉത്തരം ഓപ്ഷൻ ബി സത്യനിഷേധികളായ സ്ത്രീകൾ. അടുത്ത ചോദ്യം, വസ്അലു മാ അൻഫഖ്തും എന്നതിൻ്റെ അർത്ഥമെന്ത്? നിങ്ങൾ ചിലവാക്കിയത് നിങ്ങൾ ചോദിക്കുക, ഓപ്ഷൻ ബി നിങ്ങൾ പോയ വഴി ചോദിക്കുക, ഓപ്ഷൻ സി നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കുക, ഓപ്ഷൻ ഡി നിങ്ങൾ അവരെ സഹായിക്കുക. വസ്അലു മാ അൻഫഖ്തും എന്ന് പറഞ്ഞാൽ ശരി ഉത്തരം ഓപ്ഷൻ എ നിങ്ങൾ ചിലവാക്കിയത് നിങ്ങൾ ചോദിക്കുക. അടുത്ത ചോദ്യം, ഈ വചനത്തിൻ്റെ അവസാനം വന്ന അള്ളാഹുവിൻ്റെ വിശേഷണം ഏതാണ്? ഗഫൂറുർ റഹീം, ഓപ്ഷൻ ബി അലീമുൻ ഹക്കീം, ഓപ്ഷൻ സി സമീഉൻ ബസീർ, ഓപ്ഷൻ ഡി ഖബിയ്യുൻ അസീസ്. ശരി ഉത്തരം ഓപ്ഷൻ ബി അലീമുൻ ഹക്കീം എന്നുള്ളതാണ്. അലീമുൻ ഹക്കീം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിക്കുന്നത്.
യഹ്കുമു ബൈനക്കും എന്നതിൻ്റെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ, അവൻ നിങ്ങളെ സഹായിക്കുന്നു. ഓപ്ഷൻ ബി, അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു. ഓപ്ഷൻ സി, അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഓപ്ഷൻ ഡി, അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ബി, അവൻ നിങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം സ്ത്രീയും കാഫിറായ പുരുഷനും തമ്മിലുള്ള വിവാഹബന്ധത്തിൻ്റെ വിധി എന്ത്? ഓപ്ഷൻ എ, അനുവദനീയം. ഓപ്ഷൻ ബി, നിഷിദ്ധം. ഓപ്ഷൻ സി, കറാഹത്ത്. ഓപ്ഷൻ ഡി, ഐച്ഛികം. ശരി ഉത്തരം ഓപ്ഷൻ ബി, നിഷിദ്ധം, ഹറാമാണ് എന്നുള്ളതാണ്. ഹിജ്റ വന്ന സ്ത്രീകളെ പരീക്ഷിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ്? അവരുടെ വിശ്വാസം സത്യസന്ധമാണോ എന്ന് ഉറപ്പിക്കാൻ. ചോദ്യം: ഹിജ്റ വന്ന സ്ത്രീകളെ പരീക്ഷിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ്? അവരുടെ വിശ്വാസം സത്യസന്ധമാണോ എന്ന് ഉറപ്പിക്കാൻ. അതാണ് ശരി ഉത്തരം. ഇസ്വമിൽ കവാഫിർ എന്നതിൽ ഇസം എന്നാൽ എന്താണ്? ചോദ്യം ഒന്നുകൂടെ. ഇസ്വമിൽ കവാഫിർ എന്നതിൽ ഇസം എന്നാൽ എന്താണ്? ഓപ്ഷൻ എ, ശിക്ഷ. ഓപ്ഷൻ ബി, ബന്ധങ്ങൾ അല്ലെങ്കിൽ സംരക്ഷണം. ഓപ്ഷൻ സി, യുദ്ധം. ഓപ്ഷൻ ഡി, കച്ചവടം. ശരി ഉത്തരം ഓപ്ഷൻ ബി, ബന്ധങ്ങൾ അല്ലെങ്കിൽ സംരക്ഷണം എന്നുള്ളതാണ്.